കൊള്ളാം. ഈ പോക്ക് പോയാലേ അതെല്ലാം കൂടെ തെലുങ്കത്തിയുടെ കാലിന്റെ കീഴെ കൊണ്ട് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ അവളെ കൊണ്ട് നമ്മുടെ പിള്ളേരെ ഭരിപ്പിക്കാന്ന് വെച്ചാ ഇപ്പോഴെങ്ങാനും ആ തെലുങ്കത്തിയൻ തെണ്ടിയേറിനെ എന്റെ മുമ്പിൽ കിട്ടണമായിരുന്നു. എന്റെ നിയന്ത്രണം വിട്ടുപോകും. നിയന്ത്രണം വിടേണ്ട സമയമല്ലിത്. നമ്മൾ വളരെ ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ. അതെ, ഞങ്ങളെ പോലെ തന്നെ അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് അടിമയാവും. അങ്ങേരുടെ മനസ്സ് മാറാനേ അധികം നേരമൊന്നും വേണ്ട. സ്വത്തുക്കളല്ല ഈ പിള്ളേരുടെ പേർക്ക് എഴുതി വെച്ചിട്ട് അയാൾ വേണം ഒരു തടിച്ച കന്നഡക്കാരി നമ്മൾ ആ വഴിക്ക് വേണം ചിന്തിക്കാൻ. കന്നഡക്കാരി കെട്ടിപ്പിക്കാൻ ഇനിയും കെട്ടിക്കാന്നൊക്കെ പറഞ്ഞ അയ്യേ. ആ പിന്നെ നിന്റെ തന്തയെ കൊണ്ട് കെട്ടിപ്പിക്കാനിട്ട് എനിക്കും രമേശ, നീ പോയി അവരോട് സംസാരിക്ക്. ബസ് സർവീസ് ഹോട്ടലിൽ നിനക്ക് എഴുതി തരാൻ പറ. വരുമാനമുള്ള രണ്ട് യവന്റെ പേർക്ക് എഴുതി വെച്ചാലേ എന്റെ മോളും മരുമോനും എന്തോന്ന് എടുത്ത് വെച്ചിട്ട് ഞണ്ണും പോയെ ചക്കപ്പൂഞ്ചോ. ബസ് സർവീസ് ഏതായാലും ഞങ്ങൾക്ക് വേണം. അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതെ, അതിലാ ഞങ്ങളുടെ തുടക്കം. സ്വത്തിന്റെ പേരിൽ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഹോട്ടലിനേക്കാൾ എനിക്കിഷ്ടം ബസ്സാ. അപ്പൊ ഹോട്ടൽ വിട്ടുകൊടുക്കാന്നാണോ? രമയല്ലേ ഇത്രയും കാലം നോക്കി നടത്തിയത്? അതിനെന്താ, രമണൻ നോക്കിയാലും ഹോട്ടൽ നടക്കും. ഈ ഹോട്ടൽ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഡീസന്റ് ആയിട്ട് വേണം നടത്താൻ. ഡീസന്റ് ഉണ്ടാ നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മി തല്ലാതെ ആദ്യം അയാൾ വല്ലതും തരുവാൻ നോക്ക്. തരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. പക്ഷെ ആര് ചോദിക്കും? നിന്നെ കൊണ്ട് ചോദിക്കാൻ കൊള്ളൂല കിഴങ്ങൻ. രമണൻ ചോദിക്കും. ഇല്ല, ഞാൻ പട്ടം മേടിച്ചു കൊടുത്തവരെ കൊണ്ട് ചോദിപ്പിക്കും. ഞാൻ വായിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങളാരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സമാധാനായി. വയസ്സായി വരികയല്ലേ, എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ. പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല, നന്നാക്കിയിട്ടേ ഉള്ളൂ. അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം. ആയിക്കോട്ടെ മോളെ, എങ്ങനെ വീതിക്കുന്നെന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടോന്ന്. വളരെ നല്ല കാര്യം. ആട്ടെ, പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്ത് വിരോധം? കൊടുക്കേണ്ടത് എന്നായാലും കൊടുത്തല്ലേ പറ്റൂ. ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ. എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ? അച്ഛന്റെ സമ്പാദ്യത്തിലെ എന്റെ അനിയൻ ലക്ഷ്മണനുണ്ട് ഒരു അവകാശം. സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ? ഇല്ലേ പാർവതി? പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തൊരു വർത്താനം ഉണ്ടാവരുത്. അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വെക്കാം. എന്തേ? പിന്നെന്താ? വാ. അല്ല, അതിന് ചിറ്റപ്പൻ എവിടെ പോയി തപ്പും? അയ്യോ, അത് ചേട്ടനറിയേണ്ട കാര്യമല്ലല്ലോ. ആവശ്യക്കാര് നിങ്ങളല്ലേ. എവിടാ ഉള്ളാന്ന് വെച്ചാ തപ്പിക്കൊണ്ട് വാ. ഓ മുറുക്കാൻ ചെല്ല. കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാൽ വരെ പിടിക്കുന്ന എനിക്കിപ്പം മനസ്സിലായി. ആപത്തിൽ ഉപകരിക്കുന്നവനായി ഈ സാരഥി ലക്ഷ്മണാനന്ദെ ഞാൻ ഇപ്പൊ തപ്പിക്കൊണ്ടൊന്ന് തരാം. പക്ഷേ ഷെയർ കിട്ടിയാൽ നിങ്ങൾ എനിക്കെന്ത് തരും? ആ സ്വത്തിന്റെ ജാമ്യത്തിൽ നിനക്ക് ഞങ്ങളൊരു ടൂറിസ്റ്റ് ടാക്സി എടുത്തരാം. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സ്വാമിയുടെ മഠത്തിലേക്ക് പോവുകയായി. ഓം ശാന്തി. ഇതിനിത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി? ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ തപ്പിയെടുത്താണ് മുതലാളി. ഇപ്പൊ അവിടെ കിടപ്പ്. ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ. അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല. രണ്ടാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത്. പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത്. പാർവതി, ആ കൈപ്പെട്ടി എടുത്തോളൂ. ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ. നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ സ്വാമി ആദ്യമായിട്ട് കാണുകയാണല്ലോ. അല്ല, പക്ഷെ എവിടെ വെച്ച്? ഓ, പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും. ഓ, പത്മനാഭന്റെ തിരുനടയിൽ. അല്ലല്ല, ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും. നീ താക്കോലെടുത്തേ. ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി? ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ. ഇത് വീതിച്ചു കൊടുക്ക്. പണ്ടൊക്കെ ഓലയില് ആധാരം എഴുതായി കേട്ടിട്ടുണ്ട്. മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അല്ല, ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി. ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ? അയ്യേ, ഇതൊരു കോടകമാണല്ലോ മുതലാളി. ഇതൊന്ന് വലിച്ചു പിടിച്ചേ. അവർ കാണട്ടെ, അവരുടെ ആഗ്രഹമല്ലേ. ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത്. അച്ഛൻ മരിക്കുമ്പോ ആകെ സമ്പാദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന്റെ സമ്പാദ്യം എന്തെങ്കിലും വേണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചതാ. പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും. അത് ഞാൻ മുണ്ട് മുറുക്കി കൊടുത്തുണ്ടാക്കിയതാ. അതെന്ത് ചെയ്യണമെന്ന് എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി
ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ കഴിയാം. അതല്ല എങ്കിൽ എന്റെ ഈ പാരമ്പര്യ സ്വത്തും വാങ്ങി മക്കൾ അച്ചിമാരെയും കൂട്ടി ഈ നിമിഷം തന്നെ പടിയിറങ്ങിപ്പോണം. പിന്നെ വഴക്കുണ്ടാവാതെ ഇത് തുല്യമായി വീതിക്കണം. ഒരൊറ്റ മുണ്ടും ഒരു കോണകവും 3 അവകാശികളും. ഞാനിതെങ്ങനെ തുല്യമായിട്ട് പങ്കുവയ്ക്കും? ആ മുണ്ട് കൂടെ കീറി കോണകമാക്കട്ടെ മുതലാളി. അത് ഞാൻ പിന്നെ പറയാം. ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും, സ്വന്തം അച്ഛൻ്റെതല്ലേ. ആരല്ലോ ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത്. കോണവും കൊണ്ടുവന്നിരിക്കണം. മക്കളെ ഒന്ന് നിന്നേ. എന്താ നിങ്ങൾ എന്തിനാ ഇത്ര ധൃതി കാണിക്കാൻ പോയത് മക്കളെ? ഇതിനൊക്കെ ഒരു സാവകാശം വേണ്ടേ? ചിറ്റമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിറ്റമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യമൊന്നും ആവശ്യമില്ല. ദേ ഇങ്ങോട്ട് പറഞ്ഞൊരു ചിറ്റമ്മ ഞാനുണ്ടല്ലോ. ദേഷ്യപ്പെടാതെ മക്കളെ. നിങ്ങൾ ചിറ്റമ്മ ഒരു അന്യായി കാണുന്നത് ചിറ്റമ്മയ്ക്ക് വിഷമമാ. അച്ഛനൊരു മണ്ടത്തരം കാണിച്ചു എന്ന് വെച്ച് ഞങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളോ? ആ, എന്റെ മക്കളുടെ നാവിൽ നിന്ന് ചിറ്റമ്മയെന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നു. അയ്യടാ ചിറ്റമ്മ. ചിറ്റമ്മയല്ല, ചെറ്റമ്മ, ഭദ്രകാളി. అవన్రా నేను భద్రగాళి. నిన్ను ఎలా దారికి తీసుకురావాలో నాకు తెలుసు. కొంచెం స్నేహం చూపిస్తే తల మీద తెక్కుతావా? దరిద్రుడా, మూర్ఖుడా, പിച്ചി വരവ, ജാഗ്രത. ആഗ്രഹടാ. എനിക്ക് നിന്റെയൊക്കെ പെങ്ങളാകാനുള്ള പ്രായം പോലും ഇല്ല. എന്നിട്ട് നിന്നെയൊക്കെ ചിറ്റമ്മാന്ന് വിളിക്കാൻ അനുവദിച്ചത് എന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട്. అయితే నేను భద్రగాళి కదరా. ఒక్కసారి కాదు 100 సారి నిన్నే చిట్టమ్మాని పిలిపించాని. నేను గుంటూరు గారి పార్వతిని. నా ముళ్ళ మాట్లాడడానికి నువ్వింక పెరగలేదురా. విన్నవారా? కుక్కుల, పిల్లిగా, గాడిదల. ഇപ്പൊ എവിടെ പോയടാ നിന്റെയൊക്കെ നാക്ക്? പോടാകത്ത്. ഇനി ഇവിടെയെങ്ങാനും നിന്റെയൊക്കെ ശബ്ദം കേട്ടാൽ നാക്ക് വീഴെടുക്കും ഞാൻ. പോടാ, പോ. എന്താ സ്വാമി? ഇവിടെ ഇപ്പൊ ആരുമില്ലല്ലോ. ഇനിയെങ്കിലും പറയൂ, നമ്മൾ എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഈ മുഖം എന്റെ മനസ്സിൽ നിന്ന് മായുന്നതേയില്ല. പക്ഷെ എവിടെ വെച്ചാണ്? എവിടെയെങ്കിലും വായി നോക്കി നിന്നപ്പോ കണ്ടു കാണും. പാർവതി എന്താ പറഞ്ഞേ? പാർവതിയോ? ചേട്ടത്തിന്ന് വിളിക്ക സ്വാമി. ഇല്ല, ഒരു സന്യാസിക്ക് അത്തരം സംബോധനകളിലൊന്നും വിശ്വാസമില്ല. സ്വന്തം അച്ഛനെ പോലും മകനെ എന്നേ വിളിക്കും. എനിക്ക് നിങ്ങളെ ഒരു ഫീമെയിൽ ആത്മാവായി മാത്രമേ കാണാൻ കഴിയൂ. എന്നെ കൊണ്ട് വെറുതെ തെലുങ്ക് പറയിപ്പിക്കരുത്. സന്യാസിയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. నేను గుంటూరు పార్వతి జాగ్రత్త. కాదండి, నేను మిమ్మల్ని చూస్తాను. అవునండి, కచ్చి తంగి చూస్తాను. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ അത്? അല്ല, എന്താ ഭാഗം വെപ്പൊക്കെ കഴിഞ്ഞില്ലേ? സ്വാമി ഇവിടുന്ന് തിരിച്ചെഴുന്നള്ളാറായില്ലേ? എല്ലാ ലൗകിക പ്രലോഭനങ്ങളിൽ നിന്നും വിമുക്തനായി കാഷായം ധരിച്ചു നടന്ന എന്നെ സ്വത്ത് മോഹിപ്പിച്ചു വീണ്ടും പ്രലോഭനങ്ങളിലേക്ക് വലിച്ചഴച്ചത് അണ്ണനാണ്. ഇനി രണ്ടിലൊന്നറിയാതെ ഞാൻ പോവില്ല. ഈ രണ്ടിലൊന്ന് എന്ന് പറഞ്ഞത് നിന്റെ മരണം? ഒരു സന്യാസിക്ക് മരണമില്ല മകനെ, സമാധി എന്നേ പറയൂ. അപ്പൊ ആരെങ്കിലും തല്ലി കൊന്നാലോ മകനെ? അതിനും സമാധി എന്നേ പറയൂ മകനെ. അതിന് സമാധി പറയാ. പിന്നല്ലാണ്ട് ഈ പണ്ടാരത്തിന്റെ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? ഷെയർ ചെയ്യാൻ പറ്റിയൊരു സാധനം. ഇനി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ അതിൽ പര നാണക്കേട് വേറെ ഇല്ല. ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങണം. പിന്നല്ലാതെ ഈ ആട്ടും തുപ്പം കെട്ടി ഇവിടെ കഴിയുന്നതിൽ ഭേദം അത് തന്നെ. എങ്ങോട്ട് പോകാനാ? നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക്. അല്ലാതെ എങ്ങോട്ടാ? അതുമല്ല, നമ്മൾ അവളെ പേടിച്ച് ഇവിടെ ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയാലേ നന്നായിരിക്കും. പിന്നെ അവകാശമില്ല അവൾക്ക് മാത്രമാവുമല്ലോ. പ്രേമവിശ്വാസിയായിട്ടൊന്നുമല്ല അച്ഛൻ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത്. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ. അതും കളഞ്ഞേച്ച് അങ്ങോട്ട് ചെന്നാലേ അച്ഛനെ രമയ്ക്ക് അറിയാഞ്ഞിട്ടാ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കൊടുത്താ അവൾ ഒന്നുകൂടി ജയിക്കത്തല്ലേ ഉള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് അവകാശങ്ങൾ പിടിച്ചു വാങ്ങിക്കണം. അതാ ബുദ്ധി. അതിനെന്താ ഒരു വഴി? വണ്ടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ രണ്ടിലൊന്ന് ഇറങ്ങിട്ട് വരാം. ഓ, ഒടിഞ്ഞ കണ്ണാടി. ആരാ? എങ്ങോട്ടാ? ഇതാണ് ചരക്കല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ചരക്കെടുക്കാൻ പോവാനുള്ളതാണ്. എനിക്ക് NTR-നോട് കാണണം. മനസ്സിലായില്ല. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ മനസ്സിലാകാത്തത്. ഞാൻ പൗർണമിയുടെ അച്ഛനാണ്, പരമാനന്ദൻ നായര്. നമസ്കാരം. പറഞ്ഞറിവേ ഉള്ളൂ. ഇത്ര ചെറുപ്പമാണെന്ന് അറിഞ്ഞില്ല. അകത്തേക്ക് ഇരിക്കാലോ? ഇരിക്കണം.
ഇരുന്നുറച്ച് സംസാരിക്കാൻ തന്നെയാ വന്നത്. അല്ല ഇതാരാ? വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. പാറു, രമണന്റെ അമ്മായച്ചനൊരു ചായ എടുക്ക്. ചായ തന്നെയല്ലേ കഴിക്കാറ്? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കച്ചവടമൊക്കെ എങ്ങനെ പോണു? കച്ചവടത്തിന്റെ കണക്കൊക്കെ മുടങ്ങാതെ സെയിൽസ് ടാക്സിനെ അറിയിക്കുന്നുണ്ട്. അത് വേണല്ലോ. എന്നാലും ഒരാണ്ടിൽ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നുണ്ട്? ടാക്സിന്റെയും ടാക്സിയുടെയും കണക്ക് ബോധിപ്പിക്കാനല്ല ഞാൻ വന്നത്. പരമാനന്ദ നായർ ചൂടിലാണല്ലോ. അതെ, ചൂടിലാണ്. അത് ചിലപ്പോ ഈ ഡ്രസ് ഇട്ടാവും. ഇത് എവിടെ തയ്ച്ചത്? എവിടെ തയ്ക്കട്ടെ, എനിക്ക് ചിലത് അറിയാനുണ്ട്. നായർക്ക് എന്താ അറിയണ്ടേ? ഭാഗം ചോദിച്ചപ്പോ കോണാൻ പൊക്കി കാണിച്ച് പിള്ളേരെ അവമാനിച്ചെന്ന് കേട്ടല്ലോ. അത് അവമാനിച്ചതല്ലോ, പിന്നെ സ്നേഹിച്ചതാ. സ്നേഹം കൊണ്ടാ. അവർക്ക് അവകാശപ്പെട്ടത് നമ്മൾ കൊടുക്കണ്ടേ? എന്റെ നാക്കി ഉറഞ്ഞു വരുന്നു. അപ്പൊ ചൊറിഞ്ഞിട്ട് സംസാരിച്ചാ മതി. എനിക്ക് ധൃതിയില്ലേ, നായർക്ക് ധൃതിയുണ്ടാ? വിളയരുത്. മര്യാദയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുമോ? ആദ്യം താൻ തന്റെ മോൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്ക്. എന്റെ തുണിക്കട ഞാൻ അന്നേ അവിടെ പേർക്ക് എഴുതി വെച്ചതല്ലേ. താൻ തന്റെ മോൾക്ക് ജെട്ടിയും ബനിയനും കൊടുത്തു, ഞാൻ കോണവും കൊടുത്തു. എന്റെ ചട്ടിയും ബനിയനോ? ജെ ജെട്ടി അല്ല, അതങ്ങ് മദ്രാസില്. ഇത് ഫുട്പാത്ത് ജെട്ടി. തന്റെ ജൗളിയുടെ ചരിത്രമൊക്കെ കല്യാണത്തിന് മുമ്പ് ഞാൻ അറിഞ്ഞതാ. മോനെ രമണ, അച്ഛയും കുട്ടി ഇങ്ങോട്ട് വാ. അച്ഛനെ മോൻ മണ്ടം കളിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ? എന്റെ ബസ്സിൽ സ്ഥിരമായിട്ട് കേറിയിരുന്ന ഇവളെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചൂന്നേ ഉള്ളൂ. എടോ പരമാനന്ദൻ നായരെ, പരമനാരി എന്നെ വിളിക്കാനോടോ ഞാൻ ഉദ്ദേശിച്ചത്. കണ്ണുപൊട്ടണ കള്ളത്തരം പറഞ്ഞ് മകളെ കെട്ടിച്ചയച്ച് തന്തയെ നാറി എന്നെ പിന്നെ എന്തോ വിളിക്കാ? തനിക്ക് വേറെ എന്തെങ്കിലും കുറ്റപ്പേരുണ്ടോ? എനിക്ക് വിളിക്കാൻ കൊതിയായിട്ടാ. ഒന്നുമില്ല. അയ്യോ, ഒന്ന് പതുക്കെ. ഇങ്ങനെ ശബ്ദം ഉയർത്തി ചേട്ടന് വല്ലതും പറ്റിയ പിന്നെ എനിക്ക് ആരുണ്ട്? ഈ ചെറ്റകൾക്ക് വേണ്ടി എന്തിനായിട്ടാ ഇങ്ങനെ വായിട്ടലയ്ക്കുന്നേ? നോക്കി നിൽക്കാതെ ഇറങ്ങി പോടെ ജെട്ടി. മോളെ, ജട്ടി വെറ്റതിന് കെട്ടി. കരയാതെ മോളെ. തൊട്ടുപോയി തന്നെ. തുണിക്കട കൊണ്ട് ലക്ഷപ്രഭു എന്നൊക്കെ പറയാൻ ഞങ്ങൾ പറഞ്ഞു. ഇല്ല. എന്നിട്ട് എന്റെ അച്ഛനെ നിങ്ങളുടെ അച്ഛനെ ആട്ടി ഇറക്കിയപ്പോ നിങ്ങൾ മാർത്തൊരു അച്ഛനും മിണ്ടിയോ? പാവങ്ങളാണെന്ന് കരുതി ഇങ്ങനെ ആക്ഷേപിക്കരുത്.